താമരക്കുളം ചത്തീറ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബദൽ സംവിധാനമായി നിർമ്മിച്ച താൽക്കാലിക പാലം അപകടാവസ്ഥയിലായിട്ടും നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ട്യൂഷനും മറ്റുമായി നൂറുകണക്കിന് കുട്ടികൾ പോകുന്ന ഈ വഴി അശാസ്ത്രീയമായി നിർമ്മിക്കുകയും മാനദണ്ഡം ലംഘിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു. താമരക്കുളം ചത്തീറ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബദൽ സംവിധാനവുമായി നിർമ്മിച്ച താൽക്കാലിക പാലം അപകടത്തിലായി. മഴയെ തുടർന്ന് ഇതിലേക്കുള്ള അപ്രോച്ച് റോഡ് ചെളി നിറഞ്ഞ് ശോച്യാവസ്ഥയിലാണ്. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ട്യൂഷനും മറ്റുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പോകുന്ന ഈ വഴി അശാസ്ത്രീയമായി നിർമ്മിക്കുകയും മാനദണ്ഡം ലംഘിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു. മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് കരാറുകാരനുമായി അധികൃതർ ഒത്തുകളിക്കുന്നു എന്നാണ് ആക്ഷേപം. ഈ ആക്ഷേപം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം. ടൂ വീലറിൽ വരുന്ന സ്ത്രീകളടക്കം യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർക്ക് ഇത് സംബന്ധിച്ച് കത്ത് അയച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. താമരക്കുളം പഞ്ചായത്തിന് 17 വാർഡുകളുള്ള താമരക്കുളം പഞ്ചായത്തിന്റെ ആസ്ഥാനമാണ് ഈ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നിടത്തുനിന്നും ഒരു 100 മീറ്റർ അകലെയോട്ട് മാറുമ്പോൾ കൊല്ലം-തേനി റോഡിന്റെ പാർശ്വത്തിലാണ്. ആ വള്ളുകുന്നം മേഖലയിൽ നിന്നും കടനാകുഴി മേഖലയിൽ നിന്നും ഭരണിക്കാവ് മേഖലയിൽ നിന്നും ഈ കൊല്ലം-തേനി റോഡിലേക്ക് വരണമെങ്കിൽ ഈ റോഡിലൂടെ വേണം വരേണ്ടത്. ആ പാലമാണ് 2021 ബഡ്ജറ്റ് വെച്ചുകൊണ്ട് 2021 ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ട് പണി തുടങ്ങിയത്. ഇന്ന് 2024 ആ ബഡ്ജറ്റ് തുകയിൽ തന്നെ പണം ഇതിന്റെ പണി ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പൊ 1 വർഷമായി. അന്ന് ഉദ്ഘാടനം ചെയ്ത വേളയിൽ 6 മാസം കൊണ്ട് ഇത് പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞതാണ്. അതിനുവേണ്ടി ജനങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കും അവിടുന്ന് കൊല്ലം-തേനി റോഡിലേക്കും കയറാനും വള്ളകുന്നത്തുകാർക്കും മറ്റും കയറുന്നതിന് വേണ്ടി ഉള്ള ആ നടപ്പാത, താൽക്കാലിക നടപ്പാത ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു. അതിന്റെ അപ്രോച്ച് റോഡ് എന്ന് പറയുന്നത് കളിമണ്ണാണ്. വെള്ളം വീണ് കഴിഞ്ഞാൽ അത് വഴിക്കലുണ്ടാകുന്നതാണ്. ഒരുപാട് യാത്രക്കാരും പിള്ളേരും ഈ വഴിക്കൽ തട്ടി ആ റോഡിൽ മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ യാതൊരു സുരക്ഷിതത്വമില്ലാത്ത നല്ല ആഴമുള്ള ഏകദേശം ഒരു 20 മീറ്ററോളം ആഴമുള്ള ചത്തീറ തോടിന്റെ മീതെയാണ് ഈ നടപ്പാത ഉണ്ടാക്കിയിരിക്കുന്നത്. ശോചനീയമായ രീതിയിലാണ് സ്കൂൾ തുറക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് ഈ റോഡ് ഇതേപോലെ കിടക്കുന്നതെന്നുള്ളത് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും എത്രമാത്രം അപകടം ഉണ്ടാകുമെന്നുള്ളതിനകത്ത് യാതൊരു അപകടം ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാട്ടിലുപരി അപകടം വരുന്നതിന് മുമ്പേ അതിനുവേണ്ട നടപടി എടുക്കണമെന്നാണ് കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ ആവശ്യപ്പെടുന്നത്. പ്രതിഷേധ സമരത്തിന് ടി മന്മഥൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PB ഹരികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. KN അശോക് കുമാർ, റെനി തോമസ്, MB ജോർജ്, ഹാഷിം ഖാൻ, N ശിവൻപിള്ള, ഉണ്ണികൃഷ്ണപിള്ള, ഷാജി ബഷീർ, സുനിത, മനോജ്, ഹരീഷ് കുമാർ, ഷിബു പുത്തൻചന്ത എന്നിവർ നേതൃത്വം നൽകി. CDN ന്യൂസ്, ചാരുമൂട്.